അതല്ലേ പറഞ്ഞ സൂചിച്ചേട്ടൻ മരിച്ചുപോയി. ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ട്. നീ അല്ല നിന്റെ തന്ത വിചാരിച്ചാലും രേണുസ് നിർത്തത്തില്ല കേട്ടോ. ഒരുത്തം വന്ന് നിർത്തിക്കോളാം. എന്താണ് നിന്റെ തലേക്കറിയാണോ ഞാൻ ലൈവ് വരുന്നത്? നിന്റെ തലേക്കറിയാണോ ഞാൻ ഇതൊക്കെ ചെയ്യണത്? 2 ദിവസത്തിന് മുന്നേ നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള രേണു സുധി ഒരു ലക്കി ഡ്രോ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നടത്താനായിട്ട് പറ്റത്തില്ല, അത് ഇല്ലീഗലാണ്. അതുപോലെ മനസ്സിലാക്കാതെയാണ് ആ ഒരു പ്രൊമോഷനുമായിട്ട് ഇറങ്ങിയത്. എന്തായാലും നൈസായിട്ട് ഇപ്പം വീഡിയോ മുക്കിയിട്ടുണ്ട്. വീഡിയോ മുക്കിയതിൻ്റെ കാരണം പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു ലക്കി ഡ്രോ വീഡിയോയിൽ കുറച്ച് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലൊക്കെ വിളിച്ച് ഓരോരുത്തർ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നൊക്കെ വിളിച്ചിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സീക്രട്ട് ആയെന്നാണെന്ന് തോന്നുന്നു. മേ ബി സായി അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമായിരിക്കും. ഓക്കെ, എനിവേ എന്തായാലും വീഡിയോ മുക്കിയത് നല്ല കാര്യമായി. ഇനിയും ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. കാര്യം ജനങ്ങളെ ഒരിക്കലും പൊട്ടന്മാരാക്കരുത്. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പം രേണു സുധിയെ മേ ബി ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ മേ ബി നിങ്ങളോടുള്ള സ്നേഹം കാരണം ഈ ഒരു തട്ടിപ്പിന് കാശ് അയച്ചു കൊടുത്ത് കൂപ്പണൊക്കെ എടുക്കാനായിട്ട് ചാൻസസ് ഒക്കെ ഉണ്ട്. എന്തായാലും അതിനെയൊക്കെ കാട്ടി മുന്നേ തന്നെ നിങ്ങൾ ആ വീഡിയോ പിൻവലിച്ചത് നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് വിഷയത്തിലോട്ട് വരാം. രേണു സുധിയുടെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. രേണു പറയുന്ന കുറച്ച് കാര്യം നമുക്കൊന്ന് കേൾക്കാം. രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി സുധിയുടെ തണലിലാണോ ജീവിക്കുന്നത്? സൂചിച്ചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കുന്നത്? സുധിയുടെ തണലിലാണോ ചോദ്യം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അതല്ലേ പറഞ്ഞ സൂചിച്ചേട്ടൻ മരിച്ചുപോയി. ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ? രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. കേട്ടല്ലോ, നിങ്ങളുടെ രേണു സുധിയാണ് പറഞ്ഞത്. അതായത് സുധിയുടെ തണലിലാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവരുടെ മറുപടിയാണ് ഞാൻ സുധിയുടെ തണലിലല്ല ജീവിക്കുന്നതെന്ന്. നാഴിക്ക് 40 വട്ടവും എൻ്റെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ വെച്ചാൽ നിനക്കൊക്കെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഇവർ. എന്നിട്ടിപ്പോൾ ഇവരെന്താ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്? ഇതിൻ്റെ താഴെയുള്ള കമൻസ് ഒക്കെ നിങ്ങൾ എടുത്തു വെച്ച് നോക്കണം. ഇവരായിട്ട് തന്നെ പറഞ്ഞൊരു ഡയലോഗ് ഞാൻ കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ സുധിച്ചേട്ടനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നത് എവിടെ ചെന്ന് വിൽക്കാനാ ഞാൻ? എനിക്ക് ഇൻസ്റ്റയെന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒരു വരുമാനവും കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഞാൻ ഇടും ഇതൊട്ടൊരിക്കലും മാറ്റത്തില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഇടണോ? രേണു സുധി മാറ്റുന്നില്ല. നെഗറ്റീവ് കമന്റ്സ് ഒന്നും ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങനെ നോക്കും, നെഗറ്റീവ് ഉണ്ടെങ്കിൽ സൈക്കോ പോലായിപ്പോയി. സന്തോഷമാണ് ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്നത്. ഓ, ഇത് നെഗറ്റീവ് ഇല്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോഴാണ് അതിനകത്തൊരു കമന്റ്, വിദഗ്ധരൊന്നും വന്നില്ല. ഇവർ ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ കേട്ടില്ലേ, ഞാൻ സുധിച്ചേട്ടൻ്റെ പേരിടും, ഞാൻ ഫോട്ടോ വയ്ക്കും, നിനക്കൊക്കെ എന്താടാ? അതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കാര്യം നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങൾക്ക് പേര് വയ്ക്കാം, നിങ്ങൾക്ക് ഫോട്ടോ വയ്ക്കാം. ആ ഒരു ഐഡന്റിറ്റിയിൽ നിങ്ങളെ അറിയപ്പെടുന്നതിനകത്തും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നാഴിക്ക് 40 തൊട്ട് ആ ഒരു മനുഷ്യൻ്റെ പേരിൽ ഇത്രയും, അതായത് ഈ ഒരു ലെവൽ വരെ ഫേമസ് ആയിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ഡയലോഗ് എന്തിൻ്റെ അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സുധിയുടെ തണലിലല്ല ജീവിക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു വർത്താനം കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു ഇവരെ? സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ്. നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുക, ചുമ്മാ അനാവശ്യമായിട്ട് ആ ഒരു മനുഷ്യൻ്റെ, അതായത് മരിച്ചുപോയ സുധിച്ചേട്ടൻ്റെ പേരെടുത്ത് വെച്ചിട്ട് വെറുതെ ഹൈലൈറ്റ് ചെയ്ത് ഓരോരോ പരിപാടികൾ ഒപ്പിക്കുക. ഇതൊക്കെ കൊണ്ടാണ് ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നാത്തത്. എന്തൊരു ഡയലോഗാണ് ഇവരടിച്ചത്. വേണം ഞാൻ ഒന്നും കൂടി കേൾപ്പിച്ചു തരാം. രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി സുധിയുടെ തണലിലാണോ ജീവിക്കുന്നത്? സൂചിച്ചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കുന്നത്? സുധിയുടെ തണലിലാണോ ചോദ്യം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അതല്ലേ പറഞ്ഞ സൂചിച്ചേട്ടൻ മരിച്ചുപോയി. ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ? രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. ആ ഒരു മനുഷ്യൻ കാരണമാണ് നിങ്ങളിപ്പം 10 പേര് അറിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യരും അറിയത്തില്ല. രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ ഇതൊന്നും നമുക്കാർക്കും അറിയത്തില്ല. പക്ഷെ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ്? നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി അറിയാത്തവർ കേരളത്തിൽ ചുരുക്കമാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഭാര്യ, കൊല്ലം സുധിയുടെ വൈഫ്, ഏതെങ്കിലും പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞാലും കൊല്ലം സുധിയുടെ വൈഫ്, അങ്ങനെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോഴും ആ പുള്ളിയുടെ തണലിൽ തന്നെയാണ് ജീവിക്കുന്നത്. സുധി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പില്ലെന്ന് ഈ പറയുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു ആങ്കറിനും അറിയാം. പക്ഷെ ആ പുള്ളി ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ ആ ഒരാളുടെ ഐഡന്റിറ്റിയിലല്ലേ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം ഇവർ വേറൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, സുധിയെ പോലെ എന്നെ മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കണമെന്ന്. ദൈവത്തെ ഓർത്ത് ഇതുപോലത്തെയുള്ള വിഡ്ഢിത്തരങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്ന് വിളിച്ച് പറയരുത്. ആൾക്കാർക്കൊക്കെ നിങ്ങളോടുള്ള വെറുപ്പ് കൂടത്തേ ഉള്ളൂ. എന്തായാലും വേറൊരു വീഡിയോയും കൂടി ഉണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിടന്ന് കറങ്ങുന്ന ഈ പറയുന്ന രേണു സുധിക്ക് മെൻ്റലി എന്തോ ഡിപ്രഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് കുറേ നാളുകൾക്ക് മുന്നേ ഈ മരിച്ചുപോയ കൊല്ലം സുധി തന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ കാണിക്കാം. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, പക്ഷെ അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. വൈഫിന് ഒരു മെൻ്റലി ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിൽ സംഭവിച്ചു പോയാണ്. അപ്പം അത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റില്ല. അതിൻ്റെ ടാബ്ലറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ കാര്യം പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് ഇതിനൊക്കെ പറ്റിപ്പോയതാണ് ഈ കാര്യങ്ങളൊക്കെ. എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കിറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യണതും എല്ലാം. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്നെ കുറ്റം പറയാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ കേട്ടല്ലോ, ഇതന്ന് കൊല്ലം സുധി പറഞ്ഞ വാക്കുകളാണ്. അതായത് സുധിച്ചേട്ടൻ്റെ രണ്ടാമത്തെ മകൻ പ്രസവിച്ചതിന് ശേഷം ഉണ്ടായ ഡിപ്രഷനാണെന്നൊക്കെയാണ് പറയണത്. ശരിക്കും ഈ പറയുന്ന രേണു സുധിക്ക് ഇതുപോലെയുള്ളൊരു അസുഖമുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലോട്ട് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയത്തില്ല. എന്തായാലും ബിഗ് ബോസിലോട്ട് പുള്ളിക്കാരത്തെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചും കണ്ടിട്ടും വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മെൻ്റലി ഡൗൺ ആയിട്ടുള്ള വ്യക്തികളെ ഒന്നും ഒരു കാരണവശാലും ഈ പറയുന്ന ഷോയിൽ എടുക്കത്തില്ല. അതാണ് ആ ഒരു ഷോയുടെ രീതി അനുസരിച്ച്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ബേസിക്കലി രേണു സുധിയുടെ ഇൻ്റർവ്യൂവും പിന്നെ പുള്ളിക്കാരത്തിയുടെ ഈ ആൽബം പരിപാടി ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് പുള്ളിക്കാരത്തിക്ക് മെൻ്റലി കുഴപ്പമുള്ളതായിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തിട്ടില്ല. ഈ കാണുന്നവർക്ക് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി പുള്ളിക്കാരത്തി 2 ദിവസത്തിന് മുന്നേ ഇട്ടൊരു ലൈവ് ഉണ്ട്. ആ ലൈവ് ഞാൻ ഇവിടെ കാണിക്കാം. പോടാ ചെറ്റെ, നീ എന്നെയാണോ പൂ കൂട്ടി വിളിക്കുന്നത്? നീ എടാ ചെറ്റ, നാണം കൊണ്ടോടാ നിനക്ക് ഒരു പെണ്ണിനെ വന്ന് പൂ കൂട്ടി വിളിക്കാൻ? നാണം കെട്ടവനെ. എടാ, എനിക്ക് വിളിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, രേണു സുധി ചീത്ത വിളിക്കത്തില്ല, മനസ്സിലായോ? നാണം കെട്ടവനെ, നാണം കെട്ടവനെ, എൻ്റെ ലൈവിൽ വരാതെ ഇറങ്ങിപ്പോടാ നാണം കെട്ടവനെ. നീ എന്നെ അതേ അടുത്തത് അസലെടി, ഒരുത്തന്റെ കമന്റ് അസല് വെടി. അവന് പേര് പോലും ഇല്ല, നാള് പോലും ഇല്ല. വാടാ വാടാ, അവൻ എന്നെ അസല് വെടിയെന്ന്. ആടാ, അതിന് നിനക്കെന്താടാ? അവൻ എന്നെ അസല് വെടിയെന്ന്. എടാ നല്ല തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ നേരിട്ട് വാടാ, വന്നിട്ട് സംസാരിക്കടാ, മൂത്തോക്കി സംസാരിക്ക. അതാണ് ആണത്തം. മീശ വെച്ച് വെറുതെ നടന്നാ പോരാ ഒരു പൊന്നും. അവന് പ്രൊഫൈല് പോലും ഇല്ലടി, അസല് വെടിയെന്ന്. അതെ. 2 ദിവസത്തിന് മുന്നേ രേണു സുധി ഇട്ട ഇൻസ്റ്റാഗ്രാം ലൈവാണ് നിങ്ങൾ പോയി കണ്ടത്. ഇതിനകത്ത് പുള്ളിക്കാരത്തെ വന്ന് തെറി വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം ശരിക്കും പറഞ്ഞാൽ തെറി കമൻറ്റ് ഇടുന്നവർക്ക് പിന്നെ എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും കാണും. തെറി വിളിക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം ഒരു ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ ഉള്ള വർത്തമാനങ്ങളൊക്കെ വന്നിരുന്ന് ലൈവിൽ ഒരു പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയെ വന്നിരുന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ വിവരം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം, അതായത് ആ ഒരു വേർഡ് എടുത്ത് വെച്ച് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഈ ലൈവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയുള്ളൊരു പരിപാടിയാണോ? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കമൻറ്റ് ബ്ലോക്ക് ചെയ്യാം. നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓരോ കമൻസും എനിക്ക് പൂമാല പോലെയാണ്, ഈ നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീണ്ടും ഇതെടുത്ത് വെച്ചിട്ട് ഈ ഒരു വാക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വില തന്നെ നഷ്ടപ്പെടത്തേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളൊക്കെ വരുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നാണം കെട്ട അഭിനയിക്കുന്ന ഓരോ മനുഷ്യനെ അഭിനയിച്ചോണ്ട് അതിനൊരു വെടിയാവൂടാ, നാണം കെട്ടവനെ. വെടി എന്നെ സത്യം, നീ നിനക്ക് നാണം ഉണ്ടോടാ വെടി വെടി എന്നൊക്കെ വിളിക്കാൻ? പുകടി മോഡൽ കുത്ത് നല്ലത് കൊണ്ട് കാണാൻ എന്താടെ, മനസ്സിലായോ? ഈ വെടി വെടി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തോ നിനക്കറിയാവോടാ? സീരിയസ്ലി എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല. നീ നാണം കെട്ടവനെ. നീയൊക്കെ എന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് പറയുന്നോ സ്റ്റാൻഡേർഡിന്? നീ പോടാ, നീയാണ് എന്നെ നിർത്തിക്കാൻ വരുന്നത് വിനോദേ. നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുധി നിർത്തത്തില്ല കേട്ടോ. ഒരുത്തം വന്ന് നിർത്തിക്കോളാം. എന്താണ് നിന്റെ തലേക്കറിയാണോ ഞാൻ ലൈവ് വരുന്നത്? നിന്റെ തലേക്കറിയാണോ ഞാൻ ഇതൊക്കെ ചെയ്യണത്? ഒരുപാട് ഹാർട്ട് കിട്ടിയല്ലോ. ഇതിനകത്ത് ഏത് ഹാർട്ടാ മക്കളെ? വൈറ്റ് ഹാർട്ട് ഇല്ലേടേ? സാലെല്ലാം ഞാൻ എടുത്തു. ഇതായിരുന്നു ആ ഒരു ലൈവ്. ഇതിൽ പറയുന്ന ഡയലോഗ് കേട്ടല്ലോ, വളരെ സ്റ്റാൻഡേർഡോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി തന്നെ അതെല്ലാം എടുത്തു വെച്ചിട്ട് പറയുവാണ്. ഇതൊന്നും പറയാനില്ല. കഴിവതും നിങ്ങൾക്ക് നെഗറ്റീവ് കമൻസോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലൈവ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ബ്ലോക്ക് ചെയ്യാം.
വെറുതെ അത് വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായി വീണ്ടും 10 പേരെ കാണിച്ചിട്ട് നിങ്ങൾ ഉള്ള വിലയും കൂടെ കൊണ്ടുവന്ന് കളയുക. ഇത്രയും എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസം വേറൊരു ഇൻ്റർവ്യൂയും കൂടെ ഉണ്ടായിരുന്നു. ഈ സുധിച്ചേട്ടൻ്റെ ആണ്ടിൻ്റെ അന്ന് അവിടെ മീഡിയസാരെ എല്ലാവരെയും കൂടെ വിളിച്ച് വരുത്തിയിട്ട് സുധിച്ചേട്ടൻ്റെ കല്ലറയുടെ അവിടെയൊക്കെ ചെന്ന് രേണു സുധി കരയുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ കരച്ചിൽ കണ്ടിട്ട് ഒരു മനുഷ്യർക്കും അത് റിയൽ ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. എല്ലാവരും അത് നാടകമാണെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു മറുപടിയും കൂടി ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിനകത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ ക്യാമറ എടുത്ത ആംഗിളിനാണ് പ്രശ്നം, ക്യാമറക്കാർ അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നതാണ് പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്നാൽ ഈ വ്യക്തി തന്നെയാണ് ഈ മീഡിയക്കാരെ മുഴുവനും അവിടെ വിളിച്ച് വരുത്തിയത്. അതുപോലെ ഇന്നലെ ഒരു വീഡിയോ ഞാൻ അങ്ങനെ കാണാറില്ല, കമന്റ് വായിക്കല്ല, ജസ്റ്റ് നോക്കിയപ്പം സുധിച്ചേട്ടന്റെ കല്ലറയിൽ ചെന്ന് ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞ എന്റെ കണ്ണുനീരൊക്കെ ഞാൻ എല്ലായിടത്തും പറയും. ഇപ്പൊ ഒരു ഷൂട്ടിന് പോയാലും എനിക്ക് കരയേണ്ട സീനാണെങ്കിൽ എനിക്ക് കണ്ണുനീര് വരത്തില്ലെന്ന് പറയും. കാരണം നമ്മൾ മാക്സിമം കരഞ്ഞ് തീർത്തിട്ടുണ്ട് ആരും കാണാതെ. അപ്പൊ എനിക്ക് ഗ്ലിസറിൻ തരും, ഞാൻ കരഞ്ഞോളം ഗ്ലിസറിൻ തേച്ചാലേ ഞാൻ കരയത്തുള്ളൂ. കാരണം കണ്ണുനീരൊക്കെ പറ്റി 2 വർഷമല്ല. അപ്പം ഞാൻ മാക്സിമം കരയാതെ ഇങ്ങനെ നമുക്ക് ഉള്ളിൽ നല്ല അപ്പം അടിയിൽ നിന്ന് ഇങ്ങനെ ഈ ഇതിന്റെ അടിയിൽ നിന്ന് ക്യാമറ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയല്ല, അവർക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് ചെയ്തു മീഡിയാസ്. പക്ഷെ അതിന്റെ അടിയിലെ കമന്റ് അവള് ക്യാമറമാനെ അതിന്റെ അടിയിൽ കുത്തി വെച്ചിട്ട് അവള് എന്തുവാ വീഡിയോ അഭിനയിക്കുവാണ് അവള്. എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സും എനിക്ക് വിഷയമല്ല. ഓക്കെ, കേട്ടല്ലോ. അതായത് ക്യാമറ കൊണ്ടുവന്ന് അടിയിൽ വെച്ചിട്ട് അവർ ഷൂട്ട് ചെയ്തെടുത്തെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറയണത്. ഇവർ തന്നെയാണ് ആ മീഡിയക്കാരെ മുഴുവനും അവിടെ വിളിച്ച് വരുത്തിയത്. എന്നിട്ട് പറഞ്ഞു എന്നിട്ട് വേറെ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, എനിക്ക് എൻ്റെ കണ്ണിൽ കണ്ണീര് വരത്തില്ല എന്നൊക്കെ. അവിടെ ഈ പ്രതീഷിൻ്റെ ഭാര്യയും കൂടി പോകുന്ന സമയത്ത് പുള്ളിക്കാരത്തി കരയുന്ന ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ പിന്നെ നിങ്ങളെ എന്താണ് പറയേണ്ടത്? ഇത്രയൊക്കെയാണ് എന്തായാലും രേണുസുധിയുടെ കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.